ഹായ് ഗൈസ്, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. സ്പോൺസർ വീഡിയോ അല്ല. എഡ്യൂക്കേഷൻ ആൻഡ് റിവ്യൂൽ പർപ്പസ് മാത്രമാണ്. വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ന്യൂ UPI പേയ്മെന്റ് ആപ്പ് ആണ്. ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്പ് കാനറ ബാങ്ക് പുറത്തു വിട്ടതാണ്. സേഫ് ആണ്, സെക്യൂർ ആണ്. ഈ ആപ്ലിക്കേഷൻ നോർമൽ പേടിഎം പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതല്ല, ഇതിനകത്ത് നമ്മൾ നോർമൽ ആയിട്ട് ഫോൺ ബില്ല്, കറണ്ട് ബില്ല്, ഗ്യാസ് ചാർജ് ഇതെല്ലാം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നോർമൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ചില ആപ്ലിക്കേഷൻ ക്യാഷ് ബാക്ക് ചെറിയ എമൗണ്ട്, ഇത് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓരോ ട്രാൻസാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാം. ജസ്റ്റ് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ റിവ്യൂൽ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യരുത്, ഫുൾ ആയിട്ട് തന്നെ കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അപ്പൊ നേരെ കിട്ടോ, ഒക്കെ നേരെ വിട്ടു പോകാം. ഇതാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ആപ്ലിക്കേഷൻ കാനറ എ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് സെറ്റ് നോക്കാം, പിൻ ചെയ്തിട്ടേക്കാം. ഓപ്പൺ ചെയ്യുക, താഴെ പ്രൊസീഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ നമ്പർ ചോദിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ സബ്മിറ്റ് അടിച്ച് OTP ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ SMS ഈ 3 കണ്ടീഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ ലോഡായി വരും. നിങ്ങൾ പിന്ന് സെറ്റ് ചെയ്ത് വരും. നിങ്ങൾ നോർമലായിട്ട് പാസ്വേഡ് പിന്ന് സെറ്റ് ചെയ്താൽ മതി. നെയിം ചോദിക്കുന്നുണ്ട്, നെയിം അടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് നോർമലായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന എൻട്ര ഫീസ് വരുന്നത്. നിങ്ങൾ ഇതിനകത്താണെങ്കിൽ UPI പേയ്മെന്റ് ഉണ്ട്, അല്ലാതെ സ്കാൻ ഉണ്ട്, റിക്വസ്റ്റ് പേയ്മെന്റ് എല്ലാം ഉണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം, അത് ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് സെക്ഷൻ ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതാ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. എൻ്റെ എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ്. സെലക്ട് ചെയ്തു. പിന്നെ മേലെ ക്യാഷ് ബാങ്ക് സെക്ഷൻ ഇല്ലേ, അവിടെയാണ് നിങ്ങൾക്ക് ഈ വരുന്ന ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് അവിടെ വന്ന് കിടക്കും. അപ്പൊ ഇതിലാണെങ്കിൽ എങ്ങനെ ഇനി ക്യാഷ് ബാക്ക് ഏൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ കുറെ ഓപ്ഷൻ ഇല്ലേ. ഇതിനകത്താണെങ്കിൽ UPI പേയ്മെന്റ് ചെയ്താലും മതി, നോർമൽ ആയിട്ട് മൊബൈൽ റീചാർജ് ചെയ്താലും മതി. ഞാൻ ഇപ്പൊ ഇതിനകത്തുനിന്നാണ് പേ ചെയ്യുന്നതൊക്കെ. എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുകയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മേലെ UPI പേയ്മെന്റ് സെക്ഷൻ ആണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മൊബൈൽ നമ്പറോട്ട് പേ ചെയ്യാം, അല്ല സെൽഫ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ UPI പേയ്മെന്റ് ആണ് എടുക്കുന്നത്. UPI പേയ്മെന്റ് എടുത്ത് നിങ്ങളുടെ UPI ID ഇങ്ങനെ അടിക്കുക, അല്ലെങ്കിൽ നമ്പർ അടിക്കുക. നിങ്ങൾ UPI ID നമ്പർ അടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇത് UPI അടിച്ച്, എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ 50 രൂപ നിങ്ങൾ ചെയ്തോ, ക്യാഷ് ബാക്ക് ആയിട്ട് 20 റുപ്പീസ് കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ 10 hours അല്ല 50 രൂപ 50 റുപ്പീസ് ആണ് ചെയ്തത്. എനിക്ക് 20 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. 21 റുപ്പീസിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. 21 രൂപ അടുത്ത് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, ഈ ക്യാഷ് ബാക്ക് എവിടെ വന്നേക്കുന്നതെന്ന്. ഇത് നിങ്ങൾ ആദ്യം ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ആ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ ഈ പേയ്മെന്റ് ചെയ്ത് ഹോം പേജ് വരിക. ഹോം പേജ് വന്നു കഴിഞ്ഞാൽ താഴെ ക്യാഷ് ബാക്ക്, മേളിൽ ടോപ്പിലാണെങ്കിൽ ക്യാഷ് ബാക്ക് സെക്ഷൻ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടിയ പോയിന്റ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററി ചെന്നാൽ മതി. ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേളില് ടോപ്പിലാണെങ്കിൽ ഇവിടെ ഏൺ ക്യാഷ് ബാക്ക് എന്ന സെക്ഷൻ ആണല്ലേ, അവിടെ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾ ഏൺ ചെയ്ത ഹിസ്റ്ററി. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ എനിക്ക് 21 രൂപ കിട്ടിയില്ല, 20 രൂപ കിട്ടിയില്ലേ, അതിന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഈ പേയ്മെന്റ് എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ക്രെഡിറ്റ് ആക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഡെയിലി നമുക്ക് 3 ട്രാൻസാക്ഷൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നല്ലൊരു എമൗണ്ട് ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് വഴി യൂസ് ചെയ്താൽ മതി. നല്ല ക്യാഷ് ബാക്ക് ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ. ഇന്നത്തെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഇച്ചോടെ പേയ്മെന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 month ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ കുറെ പേര് ഏൺ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇത് പേയ്മെന്റ് വെരിഫൈഡ് ആണ്, സെക്യൂർ ആണ്. നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട. പേയ്മെന്റ് പക്കയായിട്ട് തന്നെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നോർമലായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലത്തെ ഓഫീസ് കിട്ടാൻ വേണ്ടി ടെലിഗ്രാം ജോയിൻ ചെയ്യുക. കുറെ ഓഫീസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ഫോളോ ചെയ്യുക. അപ്പൊ വീഡിയോ എൻ്റെ ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലോ. ഓക്കെ, ബൈ.